നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊട്ടിക്കരഞ്ഞ് കെ സുധാകരൻ. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും പാർട്ടിയും തീരുമാനമെടുക്കുമെന്ന് KPCC മുൻ പ്രസിഡന്റ് കെ സുധാകരൻ MP പറഞ്ഞു. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടയിൽ അദ്ദേഹം കരയുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ കണ്ണൂരിൽ മത്സരിക്കുമെന്ന തരത്തിൽ സുധാകരൻ നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിലാണ് വിവാദമായത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ടു. ഇതേ തുടർന്ന് സുധാകരൻ തന്റെ നിലപാടിൽ ഒരു അയവ് വരുത്തിയിട്ടുണ്ട്. അന്തരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ കാപ്പാടൻ രമേശിന്റെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം വളരെയധികം വികാരാതീതനായി വളരെ വിഷമത്തോടെ പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടായത്. പഴയകാല സഹപ്രവർത്തകനായ രമേശിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനിടെ ഒരു വേള അദ്ദേഹം വിതുമ്പുകയും കരയുകയും ഒക്കെ ചെയ്തു. ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് കാപ്പാടൻ രമേശിന്റെ കാവൽ കൊണ്ടാണ്. CPM ആക്രമണത്തിൽ നിന്ന് പലപ്പോഴും തന്നെ രക്ഷിച്ചത് അദ്ദേഹമായിരുന്നു. വാക്കുകൾ കൊണ്ടും വിവരങ്ങൾ കൊണ്ടും എന്നെ സഹായിച്ച വ്യക്തി. ജീവിതത്തിലെ പല പ്രതിസന്ധികളും കടന്നു പോകാൻ രമേശ് നൽകിയ പിന്തുണ വലുതാണെന്നും കെ സുധാകരൻ ഓർത്തെടുക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കരയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാവുന്ന പോലെ തന്നെ ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതായത് തനിക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം നേതൃത്വം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിമിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ വലിയ രീതിയിലുള്ള മറ്റൊരു തലത്തിലുള്ള ഒരു വ്യാഖ്യാനമൊക്കെ നൽകിയ സംഭവമാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ കൂടുതൽ കാര്യങ്ങൾ വൈകാതെ പ്രതികരിക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. ഡൽഹിയിൽ പോകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഡൽഹിയിൽ നിന്നും മടങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് അദ്ദേഹത്തെ യോഗത്തിൽ പങ്കെടുക്കണം, അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരുന്നു. എന്തായാലും നാളെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമോ എന്നതാണ് ചോദ്യം. അതിനൊരു വ്യക്തമായ ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തിലാണ് കെ സുധാകരൻ. എന്നാൽ MP-മാർ ആരും മത്സരിക്കേണ്ട എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. സുധാകരൻ പറയുന്നയാളെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കി ഒരു പ്രശ്ന പരിഹാര ഫോർമുലയ്ക്കും ശ്രമം നടക്കുകയാണ്. സുധാകരൻ മത്സരിച്ചാൽ മറ്റ് MP-മാർ കൂടി മത്സരത്തിന് ഇറങ്ങുമെന്നാണ് കേരള നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന വാദം. മാത്രമല്ല, സുധാകരൻ ജയിച്ചാൽ കണ്ണൂരിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങളെല്ലാം സുധാകരന്റെ അനുമതിയോടെയാണ് നടക്കാറുള്ളത്. അതിനാൽ സുധാകരനെ ധിക്കരിച്ച് പ്രവർത്തിക്കാൻ കണ്ണൂരിലെ നേതാക്കന്മാർക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. തിങ്കളാഴ്ചയാണ് സുധാകരനുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിരുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെ സുധാകരൻ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. തുടർന്ന് ഫേസ്ബുക്കിലൂടെ വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചു. മാത്രമല്ല, നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കാണ് നയിക്കപ്പെട്ടത്. അദ്ദേഹം അതിനുശേഷം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് അത് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. കണ്ണൂർ എന്നത് തന്റെ ഹൃദയ രക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും തന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ താൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച തന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാബാലികൾ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ തനിക്ക് ഒരിക്കലും സാധിക്കില്ല. താൻ ഉണരുമ്പോൾ തന്റെ കണ്ണിൽ തെളിയുന്നത് ജീവൻ രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായിട്ട് നടത്തി കൊലപ്പെടുത്തിയ തന്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖവുമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിന് ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും ഈ മുന്നിൽ തന്നെ ഉണ്ടാകും. തന്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, തന്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്കു പുലർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തല ഉയർത്തി നിൽക്കും. എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എന്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്നായിരുന്നു കെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തോട് ഇടഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച കെ സുധാകരന്റെ വീട്ടിലേക്ക് അനുയായികൾ ഒഴുകിയെത്തുകയുണ്ടായി. സുധാകര പക്ഷത്തുള്ള അനുയായികളോട് വീട്ടിലേക്ക് എത്താൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി പ്രവർത്തകർ എത്തിയത്. ദില്ലിയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. MP സ്ഥാനം ഒഴിഞ്ഞ് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ ഒരാൾക്ക് അനുമതി നൽകിയാൽ മറ്റ് 5 MP-മാരും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്തുണ്ട്. അത് നേതൃത്വത്തിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു. സുധാകരന്റെ നീക്കത്തിൽ കോൺഗ്രസ് വളരെയധികം നടുക്കത്തിലായിരുന്നു. മുതിർന്ന നേതാവിന്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു AICC നേതൃത്വം.
പക്ഷേ സുധാകരൻ പാർട്ടി തീരുമാനത്തിന് വഴങ്ങാത്തതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പാർട്ടിയിലുണ്ടായിരുന്നു. അസമിലെ കേരളത്തിലെ സാഹചര്യം താരതമ്യം ചെയ്യരുതെന്ന് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗൗരവ് ഗഗോയി എംപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കെ സുധാകരനും അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിനിടെ കെ സുധാകരനെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ പ്രതികരണവും കൂടി വന്നതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്കായി. കെ സുധാകരൻ കണ്ണൂരിന്റെ ഹൃദയരക്തം തന്നെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നും മാർട്ടിൻ ജോർജ് പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു വശത്ത് കെ സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യം മുറുകുന്നു, മറുവശത്ത് ഹൈക്കമാൻഡിന്റെ തീരുമാനം നിൽക്കുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു വല്ലാത്തൊരു സങ്കീർണതയിലൂടെ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം അയവ് വരുത്തി താൻ മത്സരിക്കണമെങ്കിൽ പാർട്ടി പറയട്ടെ, പാർട്ടി തീരുമാനിക്കട്ടെ എന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം തന്റെ അഭിപ്രായം എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ കെ സുധാകരനെ പിന്തുണച്ച് പോസ്റ്റർ വന്ന് KPCC ആസ്ഥാനത്തിന്റെ മതിലില് കെ സുധാകരൻ അനുകൂലികൾ പോസ്റ്റർ പതിച്ചിരുന്നു. സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് എന്നായിരുന്നു പോസ്റ്ററിൽ പറഞ്ഞിരുന്നത്. കെ സുധാകരനെ ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു. കണ്ണൂരിൽ കെ സുധാകരനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു പോസ്റ്ററിലെ മുഖ്യ ആവശ്യം. ഒരു വിഭാഗം കെ സുധാകരൻ അനുകൂലികളാണ് പോസ്റ്റർ പതിച്ചത്. വടകരയിൽ മുല്ലപ്പള്ളി അനുകൂലിച്ച് പോസ്റ്ററുകൾ വന്നതും വാർത്തയായിരുന്നു. മുല്ലപ്പള്ളിയെ അപമാനിക്കുന്ന പവർ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുക, BJPയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തിരിച്ചറിയുക എന്നിങ്ങനെയായിരുന്നു പോസ്റ്ററിലെ വാചകങ്ങൾ. ജനുവരിയിൽ മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്റർ വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സന്നദ്ധത അറിയിച്ച മുല്ലപ്പള്ളിയുടെ പേര് സജീവ ചർച്ചയാവാത്ത സാഹചര്യത്തിലാണ് പോസ്റ്ററുകൾ വന്നത്. വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു മുല്ലപ്പള്ളി അനുകൂലിച്ച് വ്യാപകമായ പോസ്റ്റർ പ്രചാരണമുണ്ടായത്. മുല്ലപ്പള്ളി അപമാനിക്കുന്ന പവർ ഗ്രൂപ്പ് രാഷ്ട്രീയം അത് ഏതാണ് എന്ന ചോദ്യമാണ് ഈ പോസ്റ്ററുകൾക്ക് പിന്നാലെ ഉയരുന്ന മറ്റൊരു ചോദ്യം. എന്തായാലും MPമാർ മത്സരിക്കേണ്ട എന്നാണ് തീരുമാനമെന്ന് സണ്ണി ജോസഫ് സുധാകരനെ അറിയിച്ചു. ഇതിന് പിന്നാലെ അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നയിച്ചു. എന്തായാലും ഇപ്പോൾ കെ സുധാകരൻ അദ്ദേഹം താൻ മത്സരിക്കണമെങ്കിൽ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.